ഇഷ്കിന്റെ ലോകം തീർത്ത ഒരുപാട് മഹാന്മാര് നമുക്ക് മുന്നേ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെല്ലാം ഹബീബിന് അങ്ങേയറ്റം പ്രിയം വെച്ചവരാണ്. ഹബീബിന്റെ മേലിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലിയവരാണ്. ഹബീബിന് ഒരുപാട് ഇഷ്ടം വെച്ചവരാണ്. മഹാനായ അബ്ദുർ റഷീദുൽ ബഅദാദ് റളിയല്ലാഹു അൻഹു ഹബീബിന് ഒരുപാട് ഇഷ്ടം വെക്കുന്ന മഹാനാണ്. ഹബീബിന്റെ മേലിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലുന്ന മഹാനാണ്. മഹാനായ അബ്ദുർ റഷീദുൽ ബഅദാദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാണ്, അഫല്ലാഹു അന്നി കം ഉവദ്ദഉ റാഹിലാ ഇലൈഹി വമാലി ലിൽ ഹബീബി മുവദ്ദഉ. മഹാനായ അബ്ദുർ റഷീദുൽ ബഅദാദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, ഞാൻ ഒരുപാട് ആളുകളെ മദീനയിലേക്ക് അയച്ചിട്ടുണ്ട്, ഒരുപാട് ആളുകളെ മദീനയിലേക്ക് ഞാൻ പറഞ്ഞയച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നുവരെ ആ മദീന കാണാൻ, ആ മദീനയൊന്ന് സിയാറത്ത് ചെയ്യാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചില്ല. ഒരുപാട് ആളുകളെ ഞാൻ മദീനയിലേക്ക് പറഞ്ഞയച്ചു. മഹാനായ അബ്ദുർ റഷീദുൽ ബഅദാദ് റളിയല്ലാഹു അൻഹു ഹബീബിനെ അങ്ങേയറ്റം പ്രണയിക്കുന്ന മഹാനാണ്. ധാരാളം സ്വലാത്തുകൾ ചൊല്ലുന്ന മഹാനാണ്. അങ്ങനെ മഹാനായ അബ്ദുർ റഷീദുൽ ബഅദാദ് റളിയല്ലാഹു അൻഹു അതാ മദീനയിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. ഹബീബിനെ സിയാറത്ത് ചെയ്യാൻ അവിടുന്ന് തയ്യാറെടുക്കുകയാണ്. ഒരുപാട് കിലോമീറ്റർ അകലെയുള്ള മദീനയുണ്ടല്ലോ, അതാ ചെരുപ്പില്ലാതെ നടന്നു പോവുകയാണ്. ഹബീബിന്റെ കാൽപാദം സ്പർശിച്ച മണലുണ്ടല്ലോ, അതിൽ ചെരുപ്പിട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ അത് സൂഉൽ അദബാണെന്ന് കരുതിക്കൊണ്ട് ചെരുപ്പില്ലാതെ മഹാനവറുകൾ അതാ നടക്കുകയാണ്. ആ സമയത്ത് അതാ മദീന ഭരിക്കുന്ന രാജാവുണ്ടല്ലോ, ആ രാജാവിനതാ സ്വപ്നത്തിലതാ ഹബീബായ തങ്ങൾ വരികയാണ്. എന്നിട്ട് പറയുകയാണ്, അബ്ദുർ റഷീദ് എന്ന് പറയുന്ന ഒരാളതാ ബഅദാദിൽ നിന്ന് യാത്ര തിരിച്ചിട്ടുണ്ട്. എന്നെ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളാണ്, എന്നെ വളരെയധികം ഇഷ്ടം വെക്കുന്നയാളാണ്. അബ്ദുർ റഷീദ് എന്ന് പറയുന്ന അദ്ദേഹം ഈ മദീനയിലേക്ക് കയറാൻ പാടില്ല. എന്റെ ഖബറിന്റെ ചാരത്തേക്ക് വന്ന ഞാൻ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കേണ്ടി വരോ, അത്രക്കും എന്റെ മേൽ ഇഷ്ടം വെക്കുന്ന മഹാനാണ്. അങ്ങനെ ചെയ്യേണ്ടി വന്ന നാട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് അബ്ദുർ റഷീദ് എന്ന് പറയുന്നയാളെ മദീനയിലേക്ക് കയറാൻ അനുവദിക്കരുതെന്ന്